കഥയെ ആരംഭിക്കുന്നത് മിയ എന്ന ലേഡിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ലോസ് ആഞ്ചലസ് ട്രാഫിക്കിൽ മിയ അന്ന് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഫോണെടുത്ത് മിയ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിൽ മിയ ആരോടും സംസാരിക്കുകയായിരുന്നില്ല. മറിച്ച് വരുന്ന ഓഡിഷനു വേണ്ടി അവൾ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ആക്ട്രസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു ലേഡിയാണ് അവൾ. നാളുകളായി അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കെ ഹോൺ മുഴങ്ങി. മിയ ആകെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയി. ഹോൺ മുഴക്കിയതാകട്ടെ എല്ലാവരും സെബ് എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ ആയിരുന്നു. സെബാസ്റ്റ്യൻ അങ്ങനെ ബ്ലോക്കിൽ പിന്നിൽ നിന്ന് ഹോണടിക്കുകയും എതിരെ കയറി വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടതും മിയക്ക് ദേഷ്യം വന്നു. മിയയുടെ ഓഡീഷൻ പ്രാക്ടീസാണ് സെബാസ്റ്റ്യൻ കുളമാക്കിയത്. മിയ തന്റെ ദേഷ്യം നടുവിരൽ ഉയർത്തിക്കൊണ്ട് നല്ലൊരു തെറി പറഞ്ഞ് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഹോൺ മുഴക്കിക്കൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അവിടെ നിന്ന് കാർ ഓടിച്ചു പോയി. മിയ പിന്നാലെ താൻ വർക്ക് ചെയ്യുന്ന കോഫി ഹൗസിലേക്ക് പോയി. അവിടെ അവൾ ജോലിയിലായിരിക്കെ ഓഡീഷന്റെ മെസ്സേജ് വന്നു. ഉടനടി മിയ ഓഡീഷനായി പുറപ്പെട്ടു ചെന്നു. പക്ഷെ അവൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കെ കാസ്റ്റിംഗ് ഡയറക്ടറുടെ ശ്രദ്ധ മറ്റു പലതിലേക്കും തിരിയുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ഓഡീഷനിടയിൽ റൂമിലേക്ക് കയറി വരികയും ചെയ്തു. തന്റെ ഓഡീഷൻ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്ന് ചിന്തിച്ച് മിയാകെ അസ്വസ്ഥയായി. നിരാശയിലായിരുന്നു അവൾ തന്റെ റൂമിലേക്ക് തിരികെ എത്തിയത്. 2 റൂംമേറ്റ്സിനൊപ്പമാണ് മിയ താമസിക്കുന്നത്. അവർ അവളോട് സംസാരിച്ചു. ഞങ്ങൾ ഇന്ന് ഹോളിവുഡ് ഹിൽസിൽ ഒരു പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെ ഒരുപാട് സെലിബ്രിറ്റീസും കാസ്റ്റിംഗ് ഡയറക്ടറും ഒക്കെ വരും. ചിലപ്പോ ആരെങ്കിലും നിന്റെ മുമ്പിൽ ചാടി വീണ് നിനക്കൊരു കരിയർ തന്നെ ഓഫർ ചെയ്താലോ? അവരുടെ സംസാരത്തിലും ക്ഷണത്തിലുമൊക്കെ മിയ വീഴുന്നുണ്ട്. അവർക്കൊപ്പം പാർട്ടിയിൽ പങ്കെടുക്കാൻ മിയയും പോയി. പക്ഷേ അവിടുത്തെ ആ ലാവിഷ് പാർട്ടി മിയക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ബോറടിക്കാൻ ആരംഭിച്ചു. അവൾ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തെത്തിയപ്പോഴോ കാർ കാണുന്നില്ല. കാർ പാർക്ക് ചെയ്തിരുന്നത് നോ പാർക്കിംഗ് ഏരിയയിലായിരുന്നു. പോലീസ് കെട്ടിവലിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നിരാശയ്ക്കുമേൽ നിരാശ. എന്തായാലും മുമ്പോട്ട് നടക്കുകയല്ലേ വഴി. മിയ റോഡ് സൈഡിലൂടെ മുമ്പോട്ട് നടക്കാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ മികച്ചൊരു പിയാനോ സംഗീതം വായുവിരലിനൊഴുകി വരുന്നത് അവളുടെ കാതുകളിൽ പതിച്ചു. ആ സംഗീതം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നുമാണ്. അവളങ്ങോട്ടേക്ക് കയറി ചെന്നു. സുന്ദരനായ ഒരു പയ്യനിരുന്ന് ഒരു യുവാവിരുന്ന് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സെബാസ്റ്റ്യൻ ആയിരുന്നു. അന്നൊരു ക്രിസ്മസ് രാത്രിയാണ്. റെസ്റ്റോറന്റ് ഓണർ സെബാസ്റ്റ്യൻ അടുക്കൽ പ്രത്യേകിച്ചും പറഞ്ഞിരുന്നു, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മ്യൂസിക് മാത്രം ഇന്ന് വായിച്ചാൽ മതി. സെബാസ്റ്റ്യൻ അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആരും തന്നെ അതിൽ ആകർഷണീയരാകുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഏവരും സംസാരത്തിലാണ്. സംഗീതം ആസ്വദിക്കപ്പെടാതിരുന്നാൽ സംഗീതജ്ഞൻ എങ്ങനെയാണ് അത് തുടർച്ചയായി വായിക്കാൻ പറ്റുക? സെബാസ്റ്റ്യൻ അതോടെ തന്റെ ആ സംഗീത വായന നിർത്തി താൻ തന്നെ കമ്പോസ് ചെയ്ത് മികച്ച ജാസ് മ്യൂസിക് വായിക്കാൻ ആരംഭിച്ചു. സെബാസ്റ്റ്യന് ജാസ് മ്യൂസിക് അത്രമേൽ ഇഷ്ടമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, റെസ്റ്റോറന്റ് മാനേജർ കടന്നു വന്നു. സെബാസ്റ്റ്യനെ തടഞ്ഞു. സെബാസ്റ്റ്യൻ എന്തിനാണ് ജാസ് മ്യൂസിക് വായിച്ചത്, താൻ പറഞ്ഞ പോലെ പ്രവർത്തിക്കാതിരുന്നത് എന്ന് ചോദിച്ച് ഒരുപാട് വഴക്കടിച്ചു. സെബാസ്റ്റ്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്നും പറഞ്ഞു. ക്രിസ്മസ് രാത്രിയാണെന്നും അത്തരത്തിൽ ചെയ്യരുത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിടരുത് എന്നൊക്കെ സെബാസ്റ്റ്യൻ പറഞ്ഞെങ്കിലും റെസ്റ്റോറന്റ് മാനേജർ അത് ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സെബാസ്റ്റ്യന് ജോലി നഷ്ടമായി. സെബാസ്റ്റ്യൻ ആകെ മൂഡ് ഓഫ് ആയി പോയിരുന്നു. അവൻ പുറത്തേക്കിറങ്ങുമ്പോഴാണ് അവന്റെ സംഗീതത്തെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ മിയ എതിരെ വന്നത്. പക്ഷേ മിയയെ മൈൻഡ് പോലും ചെയ്യാതെ സെബാസ്റ്റ്യൻ കോപാകുലനായി മുമ്പോട്ട് തന്നെ പോയി. മിയക്കത് വല്ലാതെ വിചിത്രമായി തോന്നിയിരുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് സെബാസ്റ്റ്യനെ മിയ വീണ്ടും കണ്ടുമുട്ടി. ഒരു പാർട്ടിയിൽ വെച്ചിട്ടായിരുന്നു അത്. അവിടുത്തെ ബാൻഡിനൊപ്പം പ്ലേ ചെയ്യാൻ സെബാസ്റ്റ്യനും ഉണ്ടായിരുന്നു. സെബാസ്റ്റ്യനെ മനസ്സിലാക്കിയ മിയ ഐറാൻ എന്ന പാട്ട് തനിക്ക് വേണ്ടി പാടുവാൻ വേണ്ടി സജസ്റ്റ് ചെയ്തു. സെബാസ്റ്റ്യനും മിയയെ കണ്ടു മനസ്സിലാക്കിയിരുന്നു, തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് പാർട്ടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മിയക്കടുത്ത് സംസാരിക്കാൻ സെബാസ്റ്റ്യൻ എത്തി. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് അത്തരത്തിൽ വിചിത്രമായി പെരുമാറിയതിനും അവഗണിച്ച് കടന്നുപോയതിനും സെബാസ്റ്റ്യൻ മിയയോട് ക്ഷമ ചോദിച്ചു. അന്ന് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ സംസാരിക്കുന്നുണ്ട്. താനിപ്പോൾ ഒരു കോഫി ഹൗസിൽ ജോലി നോക്കുകയാണെന്നും ഒരു ആക്ട്രസ് ആവുകയാണ് തന്റെ സ്വപ്നമെന്നുമൊക്കെ മിയ അന്ന് സെബാസ്റ്റ്യനോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ അന്ന് റോഡിൽ വെച്ച് അവനെ ചീത്ത വിളിക്കാനുണ്ടായ കാരണമെന്തെന്നും സന്ധ്യയോടെയായിരുന്നു പൂൾ പാർട്ടി അവസാനിച്ചത്. സെബാസ്റ്റ്യൻ ഇറങ്ങാൻ നേരം മിയ അവനെ ശ്രദ്ധിച്ചു. അവനെ വിളിച്ച് അവനൊപ്പം മിയ പുറത്തേക്കിറങ്ങി. പാർട്ടി നടക്കുന്നിടത്ത് നിന്ന് മിയയുടെ കാറിനടുത്തേക്ക് പോകാൻ കുറച്ചധികം ദൂരം നടക്കണമായിരുന്നു. വാലറ്റ് കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചകലെയാണ്. മിയ നടക്കാൻ ഒരുങ്ങിയപ്പോൾ തന്റെ കാറും അവിടെ ആയിരിക്കും പാർക്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യനും മിയക്കൊപ്പം കൂടി. പോകുന്ന വഴിയിൽ അവരിരുവരും നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ട്. വണ്ടി തേടിയുള്ള ആ യാത്രക്കിടയിൽ മനോഹരമായൊരു സീനറിയും അവർ നോക്കിക്കണ്ടു. ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അവർക്കിടയിൽ സംഗീതം തീർത്തു. അവരൊന്നിച്ച് നൃത്തച്ചുവടുകൾ വെച്ചു. വല്ലാത്തൊരു കെമിസ്ട്രി അവർക്കിടയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പരസ്പരം ചുംബിക്കാൻ അവർ അടുത്തടുത്ത് വന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു മിയയുടെ റൂംമേറ്റ്സ് വിളിച്ചത്. അതോടെ അവരുടെ ആ അവസരം നഷ്ടപ്പെട്ടു. മിയ വേഗം ഫോൺ എടുത്തു. പിന്നാലെ മിയയെ മിയ
മിയയുടെ കാറിലിരുത്തിയ ശേഷം യാത്ര പറഞ്ഞ് സെബാസ്റ്റ്യൻ തിരികെ നടന്നു. യാഥാർത്ഥ്യത്തിൽ സെബാസ്റ്റ്യന്റെ കാർ പാർക്ക് ചെയ്തിരുന്നത് പൂൾ പാർട്ടി നടന്നിടത്ത് തന്നെയായിരുന്നു. മിയക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു മിയക്കൊപ്പം അത്ര ദൂരം അവൻ നടന്നു വന്നത് പോലും. അടുത്ത ദിവസം സെബാസ്റ്റ്യൻ മിയ ജോലി ചെയ്യുന്നിടത്തേക്ക് ചെന്നു. അവിടെ വെച്ച് മിയെ കണ്ടു. വാർണർ ബ്രോസ് സ്റ്റുഡിയോസിനോട് ചേർന്നുള്ള ഒരു കഫേയിലായിരുന്നു ബാരിസ്റ്റയായി അവൾ ജോലി നോക്കിയിരുന്നത്. മിയ സെബാസ്റ്റ്യനുമായി പുറത്തിറങ്ങി. വാർണർ ബ്രോസിന്റെ സ്റ്റുഡിയോയും അവിടെ നടക്കുന്ന ഷൂട്ടിംഗ് സൈറ്റുകളും ഒക്കെ അവനെ കാണിച്ചു കൊടുത്തു. അന്ന് മിയ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. തന്റെ ആന്റി ഒരു ആക്ട്രസ് ആയിരുന്നെന്നും അവർക്കൊപ്പം കുട്ടിക്കാലത്തൊക്കെ താൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും അന്നൊക്കെ ചെറിയ നാടകങ്ങളൊക്കെ താൻ എഴുതാറുണ്ടായിരുന്നെന്നും അങ്ങനാണ് നടിയാവാനുള്ള ആഗ്രഹം തന്റെ ഉള്ളിൽ വളർന്നത് എന്നുമൊക്കെ മിയ പറഞ്ഞു. നടക്കുന്നതിനിടയിൽ സെബാസ്റ്റ്യൻ തന്നെ പറ്റി പറയാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടം ജാസ് മ്യൂസിക് ആണ്. കൃത്യമായി പറഞ്ഞാൽ ജാസ് മ്യൂസിക് എന്റെ ജീവിതം തന്നെയാണ്. പെട്ടെന്നായിരുന്നു മിയയുടെ മറുപടി വന്നത്. ജാസ് മ്യൂസിക് എനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല. ഒരു നിമിഷം നടന്നുകൊണ്ടിരുന്ന സെബാസ്റ്റ്യൻ നിന്നു. മിയ തിരിഞ്ഞു നോക്കി. സെബാസ്റ്റ്യൻ ചോദിച്ചു, ഇന്ന് വേറെന്താ പരിപാടിയുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അതോടെ സെബാസ്റ്റ്യൻ മിയയെ കൂട്ടിക്കൊണ്ട് അടുത്തുള്ളൊരു ജാസ് ക്ലബിലേക്ക് പോയി. അവിടെ മനോഹരമായ ജാസ് മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. വളരെ ആവേശത്തോടെ ജാസ് മ്യൂസിക്കിന്റെ ഓരോ ഭാഗങ്ങളെപ്പറ്റിയും അതിന്റെ അർത്ഥത്തെപ്പറ്റിയും അർത്ഥതലങ്ങളെപ്പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയുമൊക്കെ താല്പര്യത്തോടെ സെബാസ്റ്റ്യൻ മിയയോട് സംസാരിച്ചു. കൂട്ടത്തിൽ ജാസ് മ്യൂസിക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും തന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ ജാസ് മ്യൂസിക്കിനായി മാത്രം ഒരു ക്ലബ്ബ് തുടങ്ങുക എന്നാണെന്നും അവൻ പറഞ്ഞു വെച്ചു. അവിടെ താൻ തന്നെ കമ്പോസ് ചെയ്യുന്ന ക്രിയേറ്റീവ് ജാസ് ഗാനങ്ങൾ കേൾക്കാൻ, ജാസ് മ്യൂസിക് കേൾക്കാൻ ആളുകൾ വരുമെന്നുള്ള ശുഭപ്രതീക്ഷയും സെബ് പറയുന്നുണ്ട്. ഇടയ്ക്ക് മിയ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയി. അപ്പോഴായിരുന്നു അവൾക്ക് കാസ്റ്റിംഗ് ഡയറക്ടറുടെ കോൾ വന്നത്. അവൾ ഒരു ഓഡീഷൻ കൊടുത്തിരുന്നല്ലോ. ആ ഓഡീഷന്റെ 2ാം റൗണ്ടിലേക്ക് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിയിച്ചുകൊണ്ടുള്ള കോളായിരുന്നു അത്. മിയക്ക് അത്രമേൽ സന്തോഷം തോന്നി. സെബാസ്റ്റ്യനോട് അവൾ ആ വിവരം വന്ന് പറഞ്ഞപ്പോ സെബാസ്റ്റ്യനും അത്രമേൽ സന്തോഷിച്ചിരുന്നു. സെബാസ്റ്റ്യൻ ആ സമയത്താണ് റിബൽ വിത്തൌട്ട് എ കോസ് എന്ന ചലച്ചിത്രത്തെ പറ്റി പറയുന്നത്. മിയ പക്ഷേ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മിയ അത് കണ്ടിരിക്കണം എന്ന് പറഞ്ഞ സെബാസ്റ്റ്യൻ ജീവിതവുമായി ഒരുപാട് താതാത്മ്യമുള്ള ചിത്രമാണത് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒടുവിൽ അവരിരുവരും അടുത്ത ദിവസം വൈകിട്ട് ആ സിനിമ പോയി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ വൈകാതെ ഇരുവരും യാത്ര പറഞ്ഞു പിരിയുകയാണ്. അടുത്ത ദിവസം ക്ഷണപ്രകാരം മിയ 2nd റൗണ്ട് ഓഡീഷൻ എത്തി. മിയയുടെ അവസരത്തിൽ ഡയലോഗ് മിയ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും മതിയെന്ന് പറഞ്ഞ് കാസ്റ്റിംഗ് ഡയറക്ടർ അവളെ പറഞ്ഞുവിടാനൊരുങ്ങി. ആ ഒരു നിമിഷത്തിൽ തന്നെ താൻ സെലക്ടഡ് ആയിട്ടില്ല എന്ന് മിയക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുമ്പോ മിയ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പോകുന്ന വഴിക്ക് വൈകുന്നേരം സിനിമയ്ക്ക് വരാൻ വേണ്ടി സെബാസ്റ്റ്യനൊപ്പം പോവാനിരിക്കുന്ന തിയേറ്റർ അവൾ കണ്ടു. അത് ആലോചിച്ചതും അവളുടെ മുഖത്തൊരു ചിരി വന്നിരുന്നു. അവൾ തിരികെ തന്റെ ഇടത്തെത്തി മൂവിക്ക് പോവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗ്രെഗ് എന്ന് പറയുന്ന യുവാവ് കടന്നു വന്നു. യാഥാർത്ഥ്യത്തിൽ അത് മിയയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അന്ന് ബോയ് ഫ്രണ്ടിന്റെ ബ്രദറുമായി ഒരു ഡിന്നർ ഡേറ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളതായിരുന്നു. സെബാസ്റ്റ്യനൊപ്പം ഫിലിം കാണാൻ പോവാമെന്ന് പറഞ്ഞപ്പോ മിയ അത് മറന്നുപോവുകയും ചെയ്തു. നിലവിൽ ഡേറ്റിന് പോവാതിരിക്കാൻ പറ്റുകയുമില്ല. അങ്ങനെ ബോയ് ഫ്രണ്ടിനൊപ്പം അണിഞ്ഞൊരുങ്ങി മിയ ഡേറ്റിന് പുറപ്പെട്ടു. പക്ഷേ അവിടെ മിയക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യനെ പറ്റിയുള്ള ഓർമ്മകളായിരുന്നു മിയയുടെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞിരുന്നത്. കുറെ നേരം അവൾ പിടിച്ചിരുന്നു. ഒടുവിൽ തനിക്ക് പോവേണ്ടതുണ്ട് എന്ന് ബോയ് ഫ്രണ്ട് ഗ്രെഗിനോട് പറഞ്ഞ് മിയ അവിടെ നിന്നിറങ്ങി. അവൾ ഓടിച്ചെന്നത് നേരെ തിയേറ്ററിലേക്കായിരുന്നു. ഷോ ആരംഭിച്ചിരുന്നു. എന്നിരുന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സെബാസ്റ്റ്യൻ ഇരിക്കുന്ന ഇടം മിയ കണ്ടെത്തി. അവനൊപ്പം സിനിമ കാണാനായി ജോയിൻ ചെയ്തു. ഒരു ഘട്ടത്തിൽ ഇരുവരുടെയും കൈകൾ അടുത്തു വന്നു. പരസ്പരം വിരലുകൾ തൊട്ടു. കാര്യങ്ങൾ കുറച്ചടുപ്പത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു തിയേറ്ററിലെ പ്രൊജക്ടർ കംപ്ലൈന്റ് ആയി ഷോ സ്റ്റക്കായത്. ലൈറ്റുകൾ മുഴുവൻ ഓണാവുകയും ചെയ്തു. അതോടെ ബാക്കി സമയം ഒന്നിച്ചു ചെലവഴിക്കാൻ അവർ തിയേറ്റർ വിട്ട് പുറത്തേക്കിറങ്ങി. അവർ പോയത് ഒരു ഒബ്സർവേറ്ററിയിലേക്കായിരുന്നു. തിരക്കില്ലാത്ത അവിടെ റൊമാൻറ്റിക്കായി തങ്ങളുടെ ആ സമയം അവർ ചെലവഴിച്ചു. ഒന്നിച്ച് ഡാൻസ് ചെയ്തു. അവിടെ വെച്ച് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ചുംബനം സംഭവിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് അവരൊന്നിച്ച് ഒരുപാട് സമയം സന്തോഷത്തോടെ ചെലവഴിക്കാൻ ആരംഭിച്ചു. അവർക്കിടയിൽ മനോഹരമായൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. പരസ്പരം കൂടുതൽ അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പുലർച്ചെ സെബാസ്റ്റ്യൻ മിയയുടെ വീട്ടിലായിരിക്കെ മിയയുടെ അമ്മ അവളെ വിളിച്ചു. മിയ അമ്മയോട് സംസാരിച്ചു. സംസാരത്തിനിടയിൽ സെബാസ്റ്റ്യനെ പറ്റിയും അമ്മ ചോദിക്കുന്നുണ്ട്. മിയ പറഞ്ഞു, വൈകാതെ സെബാസ്റ്റ്യൻ ഒരു ജാസ് ക്ലബ് ഓപ്പൺ ചെയ്യും. നിലവിൽ സ്വന്തമായിട്ട് ജാസ് ക്ലബ് ഇല്ല, പക്ഷെ ഉടനടി ആരംഭിക്കും. ജാസ് മ്യൂസിക്കിൽ അവന് വലിയ കഴിവുണ്ട്. അമ്മയ്ക്ക് ഉറപ്പായും അതിഷ്ടമാവും. അങ്ങനെയിരിക്കെ സെബാസ്റ്റ്യൻ തന്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ പോയി. ആളൊരു ജാസ് മ്യൂസീഷ്യനായിരുന്നു. സെബാസ്റ്റ്യനെ തങ്ങളുടെ ബാൻഡിൽ പിയാനോ വായിക്കാൻ അവനൊരു അവസരം ഓഫർ ചെയ്തു. സെബാസ്റ്റ്യൻ ആ ഓഫർ സ്വീകരിച്ചു. നിലവിൽ മറ്റ് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. മാത്രമല്ല മിയയുടെ അമ്മ
അമ്മയടക്കം അവന്റെ പ്രൊഫഷനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പറയാൻ അവനൊരു മറുപടിയും വേണം. പക്ഷേ വൈകാതെ അവനൊരു കാര്യം മനസ്സിലാക്കി. താൻ ആഗ്രഹിക്കുന്ന പോലുള്ള ജാസ് മ്യൂസിക് അല്ല അവിടെ പ്ലേ ചെയ്യപ്പെടുന്നത്. സെബാസ്റ്റ്യന് ട്രഡീഷണൽ ജാസ് മ്യൂസിക് വായിക്കണം എന്നായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഫ്യൂഷൻ മ്യൂസിക് ആണ്. പക്ഷേ അവിടെ ഒരു സ്റ്റഡി ഇൻകം കിട്ടും. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അവിടെ ജോലി തുടരാൻ തുടങ്ങി. ഇതേസമയം മറുവശത്ത് മിയയാണെങ്കിൽ നിരവധി ഓഡീഷൻ പരാജയപ്പെട്ട് നിരാശയിലാണ്ടുപോയിരുന്നു. സെബാസ്റ്റ്യൻ പക്ഷേ അവളെ എൻകറേജ് ചെയ്തു. സ്വന്തമായി ഒരു വൺ വുമൺ പ്ലേ എഴുതി അത് അവതരിപ്പിക്കാൻ മോട്ടിവേഷൻ കിട്ടിയ മിയ അത്തരത്തിൽ പണ്ട് എഴുതിയിരുന്ന പോലെ ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നാടകം എഴുതാൻ ആരംഭിച്ചു. ഇരുവരും തങ്ങളുടെ കരിയറുമായി മുമ്പോട്ട് പോവാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. തന്റെ സുഹൃത്തിന്റെ ബാൻഡിൽ ജോയിൻ ചെയ്ത ശേഷം സെബാസ്റ്റ്യൻ തിരക്കേറിയ മനുഷ്യനായി മാറി. നിരവധി ബാൻഡ് ടൂറുകളും പെർഫോമൻസും ഒക്കെ സെബാസ്റ്റ്യന് വന്നെത്തുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ സെബാസ്റ്റ്യന്റെ ജീവിതം സെറ്റിൽ ചെയ്യപ്പെട്ട പോലായിരുന്നു. അത്യാവശ്യം ഫെയിമും അവന് വന്നെത്തുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി മിയ സെബാസ്റ്റ്യനെ വിളിച്ചു. താൻ സെബാസ്റ്റ്യനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നറിയിച്ചു. അന്ന് രാത്രി തന്നെ മിയയെ കാണുവാൻ സെബാസ്റ്റ്യൻ എത്തി. അവരൊന്നിച്ച് ഡിന്നർ കഴിക്കാനിരുന്നു. ആ സമയം മിയ സെബാസ്റ്റ്യൻ അടുക്കൽ എങ്ങനുണ്ട് മ്യൂസിക് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് തിരക്കി. തനിക്ക് ഉറപ്പില്ല, കൃത്യമായി പറഞ്ഞാൽ ഇഷ്ടമാണോ എന്നറിയുക പോലുമില്ല, അതിലൊട്ട് കാര്യവുമില്ല എന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മറുപടി. അപ്പോഴാണ് മിയക്ക് സെബാസ്റ്റ്യൻ ഇഷ്ടമില്ലാതാണ് ആ ഒരു ബാൻഡിൽ തുടരുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതോടെ അത്തരത്തിൽ പോയാൽ പോരാ, ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ മിയ ശാഠ്യം പിടിച്ചു നിന്നു. എന്നും സെബാസ്റ്റ്യന്റെ സ്വപ്നം മറ്റൊന്നായിരുന്നുവെന്നും അതിനുവേണ്ടിയേ സെബാസ്റ്റ്യൻ പണിയെടുക്കാവൂ എന്നും മിയ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവർക്കിടയിൽ അതൊരു വാക്കുതർക്കത്തിന് വഴി തുറക്കുകയായിരുന്നു. മിയ സെബാസ്റ്റ്യനോട് സെബാസ്റ്റ്യൻ ഇപ്പോൾ സെബാസ്റ്റ്യന്റെ സ്വപ്നമൊക്കെ മറന്നാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചപ്പോ മുമ്പ് താൻ അൺസക്സസ്ഫുൾ ആയിരുന്നപ്പോ മിയക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നെന്നും ആ സമയത്ത് എന്നേക്കാൾ വലിയ ആളായി നിനക്ക് തോന്നുമായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ഇങ്ങനെ തുടരുന്നതിൽ നിനക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നീ ഇത് പറയുന്നത് എന്നൊക്കെ സെബാസ്റ്റ്യൻ പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, അവരുടെ വഴക്ക് കനത്തു. നിനക്ക് തന്നെയായിരുന്നില്ലേ എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ജോലി വേണം എന്നുണ്ടായിരുന്നത് എന്ന് സെബാസ്റ്റ്യൻ ചോദിച്ചു. അതെ, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനർത്ഥം സ്വപ്നങ്ങൾ വേണ്ടെന്നല്ല. നീ നിന്റെ ജാസ് മ്യൂസിക്കുമായി മുമ്പോട്ട് പോകണം, നിന്റെ ജാസ് ക്ലബ്ബ് തുറക്കണം. സ്ഥിര വരുമാനം നല്ലൊരു ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ആർക്കാണിപ്പോ ജാസ് മ്യൂസിക് ഇഷ്ടം? നിനക്ക് വരെ ഇഷ്ടമല്ലല്ലോ, എനിക്കിഷ്ടമാണ്. കാരണം നിനക്കിഷ്ടമായതുകൊണ്ട്. ഒരാൾ തന്റെ പാഷനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയാൽ അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആളുകൾ അയാൾക്ക് പിന്നാലെ ചെല്ലും. നിനക്ക് കഴിവുണ്ട്. മറന്നുകൊണ്ടിരിക്കുന്ന ജാസിനെ ആളുകൾക്കിടയിൽ പോപ്പുലർ ആക്കാനും ഓർമ്മിപ്പിക്കാനും നിനക്ക് കഴിയും. പക്ഷേ വഴക്ക് അവിടം കൊണ്ടൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ സംഭവിച്ചു. ഒടുവിൽ മിയ ഇറങ്ങിപ്പോന്നു. ശേഷം സെബാസ്റ്റ്യൻ തന്റെ ടൂറിലേക്ക് തിരികെ പോയി. 2 ആഴ്ചയ്ക്ക് ശേഷം മിയ അവതരിപ്പിക്കുന്ന ഏകാംഗ നാടകം അരങ്ങേറുകയായിരുന്നു. വളരെ കുറച്ചാളുകളെ അത് കാണാൻ എത്തിയിരുന്നുള്ളൂ. സെബാസ്റ്റ്യൻ ആണെങ്കിൽ തന്റെ തിരക്കിൽപ്പെട്ട് മിയയുടെ നാടകത്തിന്റെ കാര്യം വിട്ടുപോവുകയും കാണാൻ എത്താതിരിക്കുകയും ചെയ്തു. നാടകം അവസാനിച്ചപ്പോഴോ കാര്യമായ നല്ല അഭിപ്രായം പറയാതായിരുന്നു ആളുകൾ പിരിഞ്ഞുപോയതും. മിയ അതോടെ ആകെ തകർന്നുപോയിരുന്നു. ഫോട്ടോഷൂട്ട് കാരണം സമയം വൈകിയിരുന്ന സെബാസ്റ്റ്യൻ ഓടി മിയയുടെ നാടകം നടക്കുന്നിടത്തേക്ക് എത്തിയപ്പോഴേക്കും നാടകം അവസാനിച്ചിരുന്നു. മിയ പുറത്തേക്കിറങ്ങുകയായിരുന്നു. സെബാസ്റ്റ്യൻ ഓടി അവളുടെ അടുത്തെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ദേഷ്യത്തിലും ആകെ തകർന്ന അവസ്ഥയിലുമായിരുന്ന മിയ സെബാസ്റ്റ്യൻ അടുക്കൽ ദേഷ്യപ്പെട്ടു. ആളുകൾ നാടകത്തെപ്പറ്റി നല്ല വാക്ക് പറയാതിരുന്നതും അവളുടെ പെർഫോമൻസിനെ കളിയാക്കിയതുമൊക്കെ അവളെ വല്ലാതെ ബാധിച്ചിരുന്നു. പോരാത്തതിന് സെബാസ്റ്റ്യൻ നാടകം കാണാൻ വന്നില്ല എന്നതുകൂടിയായപ്പോൾ അവൾ വല്ലാത്തൊരവസ്ഥയിലായി. പഴയ വഴക്കിന്റെ കാര്യം കൂടി അവർക്കിടയിലേക്ക് വന്നതോടെ വീണ്ടും അവർക്കിടയിലെ പ്രശ്നം കനത്തു. നടിയാവുക എന്ന തന്റെ സ്വപ്നവും എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ അവൾ തീരുമാനിച്ചു. സെബാസ്റ്റ്യനുമായി ബ്രേക്കപ്പ് പറഞ്ഞ് അവൾ പുറപ്പെടുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സെബാസ്റ്റ്യന് ഒരു ഫോൺ കോൾ വന്നു. അതൊരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ കോളായിരുന്നു. മിയയുടെ നാടകം കണ്ട വ്യക്തികളിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. മിയയുടെ നാടകം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വരാനിരിക്കുന്ന അയാളുടെ ഒരു പ്രൊജക്റ്റിൽ മിയക്ക് നല്ലൊരു റോൾ വരുന്നുണ്ടെന്നും ഓഡിഷന് മിയ ഹാജരാവണം എന്നും അറിയിക്കാനായിരുന്നു ആ കോൾ വന്നത്. മിയയെ കണക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചെന്നും പക്ഷേ മിയയുടെ ഫോൺ കണക്ട് ചെയ്ത് കിട്ടുന്നില്ലെന്നും സെക്കൻഡറി നമ്പറായി കിട്ടിയിരുന്ന ഈ നമ്പർ ഉപയോഗിച്ച് കോൾ ചെയ്തതാണ് എന്നും കാസ്റ്റിംഗ് ഡയറക്ടർ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. അത് കേട്ടതും സെബാസ്റ്റ്യന് സന്തോഷം തോന്നി. വഴക്കുകളൊക്കെ മാറ്റിവെച്ച് മിയ പോയിരുന്ന അമ്മയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ യാത്ര ചെയ്തു ചെന്നു. കൃത്യമായി മിയയുടെ അമ്മയുടെ വീട് സെബാസ്റ്റ്യൻ അറിവുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അന്വേഷിച്ച് കണ്ടെത്തി അവളുടെ വീടിന്റെ മുമ്പിലെത്തി. വൈകാതെ മിയയെ സെബാസ്റ്റ്യൻ മീറ്റ് ചെയ്തു. കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ച കാര്യവും നടന്ന സംഭവങ്ങളും സെബാസ്റ്റ്യൻ മിയയോട് പറഞ്ഞു. താൻ ആക്ടിംഗ് പ്രൊഫഷൻ വിട്ടെന്നും തനിക്കിനി ഇതിന് പുറകെ അലയാൻ വയ്യെന്നും ഒക്കെ മടുത്തെന്നുമായിരുന്നു മിയയുടെ മറുപടി. ഈ പ്രൊഫഷൻ തനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ അവളെ മോട്ടിവേറ്റ് ചെയ്തു. നീ അടിപൊളിയാണെന്നും നിന്നെക്കൊണ്ട് സാധിക്കുമെന്നും സെബാസ്റ്റ്യൻ തീർത്തു പറഞ്ഞു. നാളെ 8 മണിക്ക് ഒഡീഷന് നിന്നെ കൊണ്ടുപോവാൻ ഇവിടെ ഞാൻ കാത്തു നിൽക്കുമെന്നും വരണമെന്നും പറഞ്ഞ് സെബാസ്റ്റ്യൻ അവിടെ നിന്ന് പോന്നു. തന്നെ വിട്ട് പോവാനും താൻ വരില്ലെന്നുമായിരുന്നു ദേഷ്യത്തിൽ അവൾ മറുപടി പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസം സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ രാവിലെ 8 മണിക്ക് അവളുടെ വീടിന് മുമ്പിൽ വന്നു നിന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഓഡീഷന് തയ്യാറായി മിയ കാറിലേക്ക് കയറാൻ വന്നിരുന്നു. സെബാസ്റ്റ്യന് ഒരു കോഫിയും അവൾ കയ്യിൽ കരുതിയിരുന്നു. വൈകാതെ ഓഡീഷൻ നടന്നു. അന്ന് മികച്ച രീതിയിൽ ഓഡീഷൻ അവതരിപ്പിക്കാൻ മിയക്ക് സാധിച്ചിരുന്നു. സക്സസ്ഫുൾ ഓഡീഷനാണ് നടന്നത് എന്ന് മിയ മനസ്സിലാക്കി. പുറത്തെത്തിയപ്പോ സെബാസ്റ്റ്യൻ അടുക്കൽ തന്റെ അനുഭവങ്ങളും നടന്ന കാര്യങ്ങളുമൊക്കെ മിയ പറയുന്നുമുണ്ട്. ഇത്തവണ നിനക്ക് എന്തായാലും ഫിലിം കിട്ടും എന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. പക്ഷേ പഴയകാല എക്സ്പീരിയൻസുകൾ കൊണ്ട് മിയക്കപ്പോഴും വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. സെബാസ്റ്റ്യൻ മിയയെ മോട്ടിവേറ്റ് ചെയ്തു. എന്നും നീ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമുണ്ടല്ലോ, ഒരു കരിയർ ഉണ്ടല്ലോ, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനെ ചേസ് ചെയ്യണം. എന്തായാലും നീ അതിൽ എത്തിച്ചേരും. നിന്റെ സ്വപ്നത്തെ വിട്ടുകളയരുതെന്നും ജീവിതം തന്നെ അഭിനയത്തിനായി അർപ്പിക്കാനും സെബാസ്റ്റ്യൻ അവളോടായി പറഞ്ഞു. തങ്ങളുടെ പ്രണയത്തെപ്പറ്റിയും അവർ ഡിസ്കസ് ചെയ്തു. എല്ലാ കാലത്തും അവർക്കിടയിൽ പ്രണയമുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഇരുവരുടെയും പാതകൾ രണ്ടായി മാറിയിരിക്കുന്നു. ഇരുവരും അവരുടെ സ്വപ്നങ്ങൾക്കായി പൊരുതണം. 2 പാതയിൽ സഞ്ചരിക്കുകയും വേണം. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ നല്ലൊരു മ്യൂസീഷ്യനായി മാറി. മിയ അറിയപ്പെടുന്ന ഒരു നടിയായി മാറിയിരുന്നു. അവൾ മുമ്പ് ജോലി ചെയ്തിരുന്ന കോഫി ഷോപ്പിൽ അവൾ പോയി. പണ്ട് അവൾ നോക്കിയിരുന്ന പോലെ അവിടുണ്ടായിരുന്നവരൊക്കെയും സെലിബ്രിറ്റിയായ മിയയെ നോക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഇതവളുടെ സ്വപ്നമായിരുന്നു. ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. മിയ ഇപ്പോൾ വിവാഹിതയാണ്. ഒരു മകളുമുണ്ട്. പക്ഷെ അവൾ വിവാഹം കഴിച്ചത് സെബാസ്റ്റ്യനെ ആയിരുന്നില്ല, മറ്റൊരാളെ ആയിരുന്നു. സന്തോഷത്തോടെ അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ മിയയുടെ ഹസ്ബൻഡ് ഡേവിഡ് മിയയെ അടുത്തുള്ള ഒരു ക്ലബിലേക്ക് കൊണ്ടുപോയി. ആ ക്ലബിന്റെ പുറത്തെത്തിയതും ക്ലബിന്റെ ലോഗോ കണ്ട് മിയക്കുടനടി അത് ആരുടെ ക്ലബ്ബാണ് എന്ന് മനസ്സിലായിരുന്നു. സെപ്സ് എന്ന് എഴുതിയിരുന്ന ജാസ് ക്ലബ് ആയിരുന്നു അത്. സെപ്സ് എന്ന് ആ ക്ലബിന് പേരിട്ടതും അതിന്റെ ലോഗോ പണ്ട് ഡിസൈൻ ചെയ്തു കൊടുത്തതും മിയ തന്നെയായിരുന്നു. ആ ഡിസൈനാണ് സെബാസ്റ്റ്യൻ ആദ്യമായി ഒരു ജാസ് ക്ലബ്ബ് തുറന്നപ്പോ ഉപയോഗിക്കാൻ തീരുമാനിച്ചതും. മിയ ക്ലബിനകത്തേക്ക് കയറി ചെന്നു. പെർഫോമൻസ് നടക്കുകയായിരുന്നു. കാണികൾക്കിടയിൽ സെബാസ്റ്റ്യൻ മിയയെ നോട്ട് ചെയ്തു. പിന്നാലെ പിയാനോയിലിരുന്ന് തങ്ങളുടെ പ്രണയം ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ മനോഹരമായ ഒരു സംഗീതം വായിച്ചു. പ്രണയത്തിന്റെ ഓർമ്മകൾ അവർക്കുള്ളിലൂടെ ഒരു മഴയെന്ന പോൽ പെയ്തൊഴിഞ്ഞു. പരസ്പരം അവർ പലതും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കുള്ളിൽ പഴയ ആ പ്രണയമുണ്ട്. 2 പാതയിലായതുകൊണ്ടും ഒന്നിച്ചല്ലാതെ കരിയർ മുമ്പോട്ട് നോക്കി പോയതുകൊണ്ടും ഇരുവരും സന്തോഷത്തിലാണ്. ഒരുപക്ഷെ തങ്ങളുടെ കരിയറും പിടിച്ച് ഒന്നിച്ച് ജീവിച്ച് മുമ്പോട്ട് പോവാൻ നോക്കിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം വളരെ വലിയ പരാജയമായേനെ. ഇന്നിപ്പോൾ ഇരുവരും സക്സസ്ഫുൾ ആണ്. എല്ലാം കഴിഞ്ഞ് പരസ്പരം പിരിയുന്നതിന് മുമ്പ് ഇരുവരും മുഖത്തോട് മുഖം നോക്കി. ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു. ആ ദൃശ്യത്തോടെ അതിഗംഭീര ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിരവധി ഓസ്കാർ അടക്കം നേടിയ ഈ ചലച്ചിത്രം സിനിമയുടെ സംഗീതം കൊണ്ടും വിഷ്വൽ ട്രീറ്റ് കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സിനിമ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.